ലോക്സഭയിൽ വീണ്ടും പ്രതിപക്ഷ ബഹളം. റെയിൽവേ ബജറ്റിനുമേൽ നടന്ന ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് നൽകിയ മറുപടി പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. जो 225 करोड़ का बजट था आज 5,500 करोड़ का बजट है। माननीय अध्यक्ष जी, राजस्थान में अब डबल इंजन की सरकार बनी है। 682 माननीय मंत्री जी राज्यवार ब्यौरा दे रहे हैं। 9 राज्य में प्रत्येक तमिलनाडु हो, कर्नाटका हो, आंध्रा हो, कितना बजट का एलोकेशन इंक्रीज हुआ है, कृपया आप लोग सुने और डिटेल रिप्लाई दे रहे हैं माननीय मंत्री जी। माननीय अध्यक्ष जी, जो तमिलनाडु में मात्र 800 करोड़ का बजट होता था, रुम्बा नल्ला बजट 6,626 करोड़। मैं प्रयास कर रहा हूँ 2-3 शब्द बोलने का, तो ये भेदभाव की जो आरोप लगाते हैं वो भेदभाव का आरोप एकदम गलत है। तेलंगाना नया स्टेट बना, 5,500 करोड़ का बजट है, 5,337। उत्तराखंड मात्र 100 करोड़ का बजट होता था, 4,600 करोड़ का बजट है। ഡൽഹിയിൽ നിന്ന് ബാലഗോപാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഈ റെയിൽ അശ്വനി വൈഷ്ണവിന്റെ സംസാരത്തിനിടയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം എന്തിനായിരുന്നു? പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് അശ്വിനി വൈഷ്ണവ് ഈ റെയിൽവേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി കുംഭമേളയുമായി ബന്ധപ്പെട്ട മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഈ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത് മുൻകൂട്ടി അറിയിക്കാതെയാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചിരുന്നത്. അതുപോലെ തന്നെ അദാനിയുമായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ന് ആരോപിക്കുന്ന പ്ലക്കാർഡുകളും ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഈ സഭയുടെ നടുത്തളത്തിൽ ബഹളം വയ്ക്കുമ്പോൾ ഈ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായ കാര്യം, ഈ മറുപടി പ്രസംഗത്തിൽ കേരളവുമായി ചില സുപ്രധാനമായ കാര്യങ്ങൾ ഈ അശ്വിനി വൈഷ്ണവ് നൽകി എന്നതാണ്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തടസ്സം നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നത് കൊണ്ടാണ് എന്നാണ് അശ്വിനി വൈഷ്ണവ് ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത്. ആവശ്യമായ ഭൂമിയുടെ, അതായത് വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഭൂമിയുടെ 14% മാത്രമാണ് ഇതുവരെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ഈ സംസ്ഥാന മുഖ്യമന്ത്രിയുമായി, അതായത് അതിനുള്ള സഹകരണത്തിനായി സംസ്ഥാനത്തിൻ്റെ സഹകരണത്തിനായി മുഖ്യമന്ത്രിയുമായി MP-മാർ കൂടി ചർച്ച നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ ബംഗാൾ എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ചുള്ള പ്രതിസന്ധി റെയിൽവേയുടെ വികസന പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. റെയിൽവേയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ നീക്കിയിരിപ്പ്, ബഡ്ജറ്റ് നീക്കിയിരിപ്പാണ് കേരളത്തിന് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഏതാണ്ട് 3,000-ലധികം കോടി രൂപയുടെ ആണ് ഈ സംസ്ഥാനത്തിൻ്റെ റെയിൽവേ വികസനത്തിനായി നീക്കിവച്ചിരിക്കുന്നതെന്നാണ് ഇന്ന് അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തത്. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ലോക്സഭ പാസാക്കുകയും ചെയ്തു. ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തടസ്സം ഭൂമി ഏറ്റെടുക്കൽ എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തിനു വേണ്ടി മുഖ്യമന്ത്രിയുമായി MP-മാർ ചർച്ച നടത്തണം എന്നൊരു നിർദ്ദേശം കൂടി റെയിൽവേ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.